പഞ്ചസാരയും തേയിലയും മാത്രം വെച്ചിട്ട് നമുക്ക് അടിപൊളി മൈലാഞ്ചി ഉണ്ടാക്കി എടുത്താലോ വീട്ടിൽ തന്നെ. നാച്ചുറലാണ്, കുട്ടികൾക്ക് പോലും നമുക്ക് നഖത്തിൽ തേച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പഞ്ചസാരയും തേയിലയും വെച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് നഖത്തിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന ചുവപ്പ് കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് നമുക്ക് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ വെള്ളം തൊട്ട ഭാഗത്തു കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് ചുമക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിടുക, നല്ല രീതിയിൽ ചുമക്കും. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു 6 മാസം 8 മാസം ഇനിയിപ്പോൾ ഒരു കൊല്ലം ഇരുന്നാലും ഈ വെള്ളം കേടാവില്ല. അപ്പോൾ നമുക്ക് 2 മാസം കഴിയുമ്പോൾ നഖത്തിൽ നിന്ന് ചുമപ്പ് പോയി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ കലക്കിയിട്ട് നഖത്തിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. 2 മാസം മുമ്പ് ഞാൻ ഇട്ടാണ് കേട്ടോ, അത് പകുതി തീർന്നു തുടങ്ങി. അപ്പോൾ ചിലപ്പം പെരുന്നാളല്ലേ, ഉണ്ടാക്കാൻ നേരത്ത് ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ചുമപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ നഖത്തിൻ്റെ പിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ തേയില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ട് ചെറിയ ഈ വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞു ജീരകം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലോ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 സ്പൂൺ തേയിലയും 1 സ്പൂൺ പഞ്ചസാര. ജീരകം ഇട്ടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഒരു മണം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ജീരകം ഇട്ടോ, ഒരു 1.5 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് 2 തവണ ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് നമുക്ക് ചുമന്ന് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് പൊടിച്ചത് ഇതുപോലെ നൈസായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പഴയ പാത്രം എടുക്കാം കേട്ടോ. ഞാനിത് കത്തിച്ച് വെച്ചിരിക്കുന്നത് പഴയ പാത്രമാണ്. അപ്പം ഇത് സ്ഥിരമായിട്ട് ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കുന്ന പാത്രമാണ് കേട്ടോ. അപ്പം നിങ്ങൾ പഴയ പാത്രം ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിലുണ്ടാക്കിക്കോ. ഇനിയിപ്പോൾ പുതിയ പാത്രം എടുക്കണമെങ്കിൽ കത്താതിരിക്കാനായിട്ടുള്ള നമ്മൾ ഈ ഈ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുമ്പം അതിന് പുറമെ ഒരു ഫോയിൽ പേപ്പർ ഇട്ടിട്ടില്ല, അലൂമിനിയത്തിൻ്റെ. അത് വീട്ടിലെവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പാത്രമൊക്കെ ആണെങ്കിലും കത്തൂല കേട്ടോ. അപ്പോൾ ഈ പഴയ പാത്രം ഉണ്ടെങ്കിൽ എളുപ്പമല്ലോ. അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രം ഈ മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുന്ന പാത്രം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഫോയിൽ പേപ്പർ ഇങ്ങനെ ഉള്ളിലിറക്കി വെച്ചിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ, നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പൊടികളുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ. കൊട്ടിയിട്ട് ഈ സെൻറ്റർ ഭാഗത്ത് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചത് ഇതുപോലെ നീക്കി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലിടല്ലോ ഒരു ചെറിയൊരു ടൈൽസിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി ടൈൽസിൻ്റെ കഷ്ണം എന്തിനാണ് വച്ച് കൊടുക്കണേന്ന്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലൊരു സ്റ്റീലിൻ്റെ പാത്രം ഇറക്കി വെക്കാറുണ്ട്. അപ്പം ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമുക്ക് ഇതിനകത്ത് ആവി വെള്ളം ചാടാറില്ല. അപ്പം നേരിട്ട് നമ്മളിങ്ങനെ അടുപ്പിലേക്ക് വയ്ക്കുമ്പം വെള്ളം പെട്ടെന്ന് പറ്റിപ്പോവും. അപ്പം പറ്റിപ്പോവാതെ ഇരിക്കാനായിട്ട് ഇങ്ങനെ കട്ട വെച്ച് കൊടുക്കുന്നത്, കട്ടയല്ല ടൈൽസിൻ്റെ കട്ട, അത് തന്നെ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു വിരിവുള്ളൊരു പ്ലേറ്റില്ല ഒരു പാത്രം, കറിപ്പാത്രം ഇറക്കി വയ്ക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇറക്കി വയ്ക്കരുത് കേട്ടോ. ചില്ല് പാത്രം ഒക്കെ ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ കട്ടയുടെ മുകളിലേക്ക് നമുക്കതിങ്ങനെ പാത്രം ഇറക്കി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ആവി ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ ഒരു പ്ലേറ്റോ അതല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രം ഇങ്ങനെ ഇറക്കി വെക്കണം കേട്ടോ. കാണിച്ചിടാവേ. അപ്പോൾ ഇതുപോലെ തീ സിമ്മിലിടണം കേട്ടോ, ഹൈ ലെവലിൽ ഇട്ടരുതേ. അപ്പോൾ ഇതുപോലെ തീ സിമ്മിലിട്ടിട്ട് ഇതുപോലെ മുകളിൽ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കാവുന്ന രീതിയിൽ ഒരു പാത്രം മുകളിൽ വയ്ക്കാം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം ഇതുപോലെ എടുത്ത് ഒഴിക്കണേ. എന്നിട്ട് 5 മിനിറ്റ് നേരം, ഞാനൊരു 12:30 മണിയായപ്പോൾ രാവിലെ വെച്ചാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞപ്പം തീ സിമ്മിലിടണം കേട്ടോ, അത് കൂട്ടിയിടരുത്. അപ്പം 5 മിനിറ്റ് നേരം കഴിയുമ്പം ഇതുപോലെ നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ ആവി വരുന്ന കാണാം. ആവി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കത്തി ഒരു പുക പോലെ വരുന്ന കാണാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നേരം കഴിയുമ്പം തീ ഓഫ് ചെയ്തിടണം കേട്ടോ. പിന്നെ 10-15 മിനിറ്റത്തേക്കൊന്നും വച്ചുകൊണ്ടിരിക്കേണ്ട. 5 മിനിറ്റ് നേരം തീ ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ഈ വെള്ളമില്ലേ, ഈ വെള്ളത്തിൻ്റെ അകത്ത് ഈ ഐസിൻ്റെ കട്ട ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഇതിനകത്ത് വെച്ചേക്കണ ഒരു പ്ലേറ്റിലായിട്ട് ഉള്ളിലൊരു കറിപ്പാത്രം നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ലേ, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഊർന്ന് വന്ന് ചാടാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പം ഇങ്ങനെ ഐസ് കട്ടകളുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ. ഐസ് കട്ട ഇല്ലെങ്കിൽ നിങ്ങൾ കട്ടയൊന്നും ഇട്ട് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പം ഒരു 5 മിനിറ്റ് നേരം കഴിയുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ കട്ടയുള്ളവർക്ക് കട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടേ. ഇനി ഇപ്പോൾ തന്നെ എടുക്കണ്ട കേട്ടോ, പെട്ടെന്ന് ആർത്തി പിടിച്ച് പോയി നമ്മൾക്കിങ്ങനെ തുറന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കയ്യിലിടാൻ വെച്ചിട്ട് എടുക്കണ്ട. ഒരു 5 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കട്ടയൊക്കെ ഒന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പം നമുക്ക് ഇതിനകത്ത് അങ്ങോട്ട് പൊക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് എടുക്കാൻ നേരത്തുണ്ടല്ലോ, നിങ്ങളുടെ കൈ കൂടെ ഒക്കെ ആവാതെ വെള്ളം ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ കയ്യിൽ എവിടെ ആവണം അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ചുമപ്പ് വീഴും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലിപ്പ് വെച്ചിട്ട് പയ്യെ അങ്ങോട്ട് പൊക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒരു കുപ്പിയിലേക്ക് എന്തെങ്കിലുമെങ്കിലും എടുത്ത് ഒഴിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന് കുറേച്ച് വീതെടുത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ നേരത്ത് ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ഒരു കൊല്ലക്കം ഫ്രിഡ്ജിൽ ഇന്നലെ കേടുവരില്ല കേട്ടോ. അപ്പം 2 മാസം നിൽക്കുന്ന ചുമപ്പായതുകൊണ്ട് നമ്മൾ 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് വീതം വെള്ളം എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഈ മൈദമാവാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ മൈദമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ അരിപ്പൊടി മിക്സ് ചെയ്യരുത്. അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഭയങ്കരമായിട്ട് കുടിക്കും. അപ്പം ഒന്നല്ലെങ്കിൽ മൈദമാവ് അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി കേട്ടോ. അപ്പോൾ ഒരു തുള്ളി ഗോതമ്പ് പൊടി, 1 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ മൈദമാവ് ഞാൻ എടുക്കുന്നത്. മൈദമാവ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം പോരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പച്ചവെള്ളം ഒരു 1.5 സ്പൂണോളം പച്ചവെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കറക്റ്റ് നമ്മൾ കയ്യിൽ എങ്ങനെയാണ് നമ്മൾ സാധാ മൈലാഞ്ചി ഇടുമ്പോൾ ഒരു തിക്നെസ് ആയിട്ടിരിക്കില്ലേ,
അതുപോലെ നിങ്ങൾ മൈലാഞ്ചി പോലെ ഇട്ട് കൊടുത്തിട്ട് 2 തവണ നിങ്ങൾ നഖത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇട്ടിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡായിരിക്കും നമ്മുടെ കയ്യിനകത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും അതെന്താ ചുമക്കാതെ എന്ന് ഓർക്കും. അപ്പോൾ 2 തവണ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3ൻ്റെ തന്നെ നമുക്ക് നഖത്തിൽ തന്നെ ഇരുന്ന് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങ് ചുമന്നോളൂ. നല്ല കറുത്ത ചുമപ്പായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളിപ്പോൾ ഇടാൻ നേരത്ത് കൈയിൻ്റെ അതിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ ആയ ഭാഗത്ത് കൂടെ ഒക്കെ ഇതുപോലെ ചുമപ്പ് വിടും കേട്ടോ. അപ്പം ഇടുമ്പോൾ ശ്രദ്ധിക്കുക, രാത്രി ഇട്ടിട്ട് നഖത്തിലേക്ക് ഇട്ട് കിടക്കുമ്പോൾ മുഖത്ത് കൂടെ അവിടെ ഇവിടെയൊക്കെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പെരുത്ത് വരെ ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു കാണാവേ. ബൈ.